ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആർക്കി ബാക്ടീരിയയാണ്. ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊണേറയുടെ സബ് കിങ്ഡമാണ്. ഇത് വളരെ കഠിനമായ ആവാസങ്ങളിൽ, അതായത് സാൾട്ടി ഏരിയാസ്, ഹോട്ട് സ്പ്രിങ്സ്, മാർഷി ഏരിയാസ്, റൂമിനൻ്റ് അനിമൽസിൻ്റെ ഉള്ളിൽ ഒക്കെ ഉള്ള ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. അതിൻ്റെ ഇങ്ങനെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ കോശഭിത്തിയുടെ പ്രത്യേക ഘടനയാണ്. The structure of cell wall is different from other bacteria, which helps the archaebacteria to survive extreme conditions. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ അതിന് സർവൈവ് ചെയ്യാൻ, അതിജീവിക്കുവാൻ സഹായിക്കുന്നത് അതിൻ്റെ സെൽ വാളിൻ്റെ പ്രത്യേകതയാണ്. ഇത് സാധാരണയായിട്ട് പശു, എരുമ മുതലായ അയവിറക്കുന്ന, അതായത് റൂമിനൻ്റ് അനിമൽസിൻ്റെ അന്നപഥത്തിൽ കാണുന്നു. ഇതിൻ്റെ ചാണകത്തിൽ, അതായത് പശുവിൻ്റെയും എരുമയുടെയും ഒക്കെ ചാണകത്തിൽ ഈ മെത്തനോജനിക് ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ ബയോഗ്യാസിൽ ഉപയോഗിക്കുമ്പോൾ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെത്തനോജനിക് ബാക്ടീരിയ വന്നിട്ട് ആർക്കി ബാക്ടീരിയയാണ്. അത് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ മീഥെയിൻ നമ്മൾ ബയോഗ്യാസിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ബയോഗ്യാസും മീഥെയിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മെത്തനോജനിക് ബാക്ടീരിയ ആർക്കി ബാക്ടീരിയയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ്. ഉപ്പുരസം കൂടുതലുള്ള സ്ഥലങ്ങൾ, അതായത് സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്നതിനെ നമ്മൾ ഹാലോഫൈൽസ് എന്ന് പറയും. ഹോട്ട് സ്പ്രിങ്സിൽ അല്ലെങ്കിൽ ചൂട് നീരുറവകളിൽ ജീവിക്കുന്നതിനെ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയും. മാർഷി ഏരിയാസിലും ചതുപ്പ് നിലങ്ങളിലും ഒക്കെ ഉള്ളത് മെത്തനോജൻസ് ആണ്. അതേപോലെ തന്നെ പശു, എരുമ മുതലായ റൂമിനൻ്റ് അനിമൽസിൻ്റെ ഗട്ടിൽ, അന്നപഥത്തിൽ കാണപ്പെടുന്നതും മെത്തനോജനിക് ബാക്ടീരിയ, മെത്തനോജൻസ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ചാണകത്തിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ആകുന്നത്. അത് നമ്മൾ ബയോഗ്യാസിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആർക്കി ബാക്ടീരിയയെ സംബന്ധിച്ച പോയിന്റ്സ്. നന്ദി, നമസ്കാരം.